ഹായ് ഓൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഡോൾ കേക്കാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഡോൾ കേക്കാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളൊന്ന് വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും ആദ്യം നമുക്ക് അരക്കപ്പ് മൈദ, ഞാൻ ½ kg കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു അരക്കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഒരു അരിപ്പ് വെച്ചിട്ട് എന്നിട്ട് നമുക്കതിനകത്ത് 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മളതിനകത്ത് ഒരു നുള്ളു ഉപ്പും ഇട്ട് 3 വട്ടം നന്നായിട്ടൊന്ന് ഇടഞ്ഞു കൊടുക്കണം. 3 തവണ നന്നായിട്ട് ഇടഞ്ഞില്ലെങ്കിൽ നല്ലതായിട്ട് വിസ്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ നന്നായിട്ടെല്ലാം മിക്സ് ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ 3 തവണയായിട്ട് ഇതുപോലെ ഒന്ന് ഇടഞ്ഞു കൊടുക്കണം. നന്നായിട്ട് ഇടഞ്ഞു കൊടുത്തതിന് ശേഷം വേറൊരു ക്ലീനായിട്ടൊരു ബൗൾ എടുക്കുക. അതിനകത്ത് വെള്ളമയമൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കണം. പിന്നെ അതിനകത്ത് നമുക്ക് 2 എഗ്ഗ് ഇട്ട് കൊടുക്കാം. 2 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമുക്ക് അതിനകത്ത് 1/2 സ്പൂൺ വെനില എസൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫിയായി ഡബിളായി വരുന്ന വരെ വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. പിന്നെ 1/2 കപ്പ് ഞാൻ പൗഡർ ഷുഗറും ആഡ് ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്താൽ അതിനകത്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ കേക്കൊക്കെ ആണെങ്കിൽ ഉണ്ടാക്കാൻ പഠിക്കാൻ നല്ല ഹോം ബേക്കർ ആവാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും അറിയിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് ബേസിക് തൊട്ട് എല്ലാം കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതായിരിക്കും. ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്നെ അറിയിക്കുക. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. കാശൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. അപ്പം താല്പര്യമുള്ളവർ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കേക്കിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. മുട്ടയ്ക്കൊന്ന് ഒരുവിധം ഇച്ചിരി ഒന്ന് പൊങ്ങി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് പൊടിച്ച പഞ്ചസാരയും കൂടെ 1/2 കപ്പ് അതും കൂടെ നമുക്ക് കുറേശ്ശെ ആയിട്ട് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് വേണ്ടി. ഇനി നമുക്ക് മുട്ടയെല്ലാം നല്ലതായിട്ട് ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് 2 ടേബിൾ സ്പൂൺ നമുക്ക് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. വേറെ ഒന്നും സ്മെല്ലുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഇനി നമുക്കത് ഒഴിച്ചിട്ട് നന്നായി ഒരു വട്ടം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വിസ്കും കൊണ്ട് ഓവർ ബീറ്റ് ചെയ്താൽ നമ്മുടെ മുട്ടയൊക്കെ പൊങ്ങി വന്നെല്ലാം താഴ്ന്നു പോകും. അതുകൊണ്ട് നമ്മൾ ഓവർ ബീറ്റ് ചെയ്ത് എണ്ണയൊക്കെ ഒന്ന് മിക്സായി വരുന്നതിന് മാത്രം ചെയ്താൽ മതി. ഇനി ഒരു സ്പാച്ചിലയും കൂടെ ഇതുകൊണ്ട് നമ്മളിതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. പതുക്കെ വേണം മിക്സ് ആക്കാനായിട്ട്. ഒരു ഡയറക്ഷനിൽ തന്നെ വേണം മിക്സ് ചെയ്യാനായിട്ട്. ഞാൻ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകുന്ന കാരണം കൊണ്ടാണ് ഇതുപോലെ സ്പീഡിൽ ചെയ്യുന്നത്. ഞാനും സ്ലോയിൽ തന്നെയാണ് ചെയ്യുന്നത്, മിക്സ് ആക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ലാസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് 1 ടേബിൾ സ്പൂൺ പാൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേണം ലാസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാനായിട്ട്. ലാസ്റ്റ് പാലൊഴിച്ച് മിക്സ് ആക്കല്. അത് നമ്മുടെ കേക്ക് പൊങ്ങത്തില്ല, താന്നു പോവും, അല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ പല ഇതും വരും. അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടാനായിട്ട് ശ്രദ്ധിക്കണം. ഏത് സാധനം എടുത്താലും റൂം ടെമ്പറേച്ചറിൽ വേണം എടുക്കാനായിട്ട്. തണുത്ത പാലോ തണുത്ത മുട്ടയോ ഒന്നും എടുക്കല്. അത് ഫ്രിഡ്ജിൽ ഇരിക്കുവാണെങ്കിൽ തണുപ്പ് മാറാൻ റൂം ടെമ്പറേച്ചറിൽ വരുന്നവരെ അതിനെ പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് ബാറ്റർ ഉണ്ടാക്കാവുള്ളൂ. അങ്ങനെ ഞാൻ ലാസ്റ്റ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാക്കിയുള്ള അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പാലും ആദ്യം ഒഴിച്ച് കൊടുത്തായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ½ kg ഡോൾ കേക്കിൻ്റെ മോൾഡ് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതും കൂടെ അതിനകത്ത് നമുക്ക് എണ്ണ ഒഴിച്ച് ഗ്രീസ് ചെയ്ത് പിന്നെ മേദയും കൊണ്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന ബാറ്റർ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. 180 ഡിഗ്രിയിൽ 20 to 25 മിനിറ്റ് വരെ നമുക്ക് വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അടിക്കുന്നൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. അകത്തൊക്കെ അടിക്കൊക്കെ മൈദയൊക്കെ മിക്സ് ആകാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതകത്ത് അടുക്കിയൊന്ന് സ്പാച്ചിലൊക്കെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഈ ബാറ്റർ നമുക്ക് ഈ മോളിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. നമുക്ക് ഈ ബാറ്റർ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓവനിൽ വെക്കുന്നതിന് മുന്നേ ബേക്ക് ചെയ്യാൻ വെക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. അത് തീർച്ചയായിട്ടും ചെയ്യണം. എയർ ബബിൾസൊക്കെ ഒന്ന് പോകാനായിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തതിന് ശേഷം വേണം ബേക്ക് ചെയ്യാൻ വെക്കാൻ.
കേക്ക് നന്നായി ബേക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞ ശേഷം നന്നായി തണുക്കാൻ നമ്മൾ കൊടുക്കണം. തണുത്തതിന് ശേഷം 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് 4 ലെയേഴ്സ് വേണമെങ്കിലും ആക്കാവുന്നതേ ഉള്ളൂ. ഞാൻ 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇതിനകത്ത് ഞാൻ ഫ്ലേവർ ചേർക്കുന്നുണ്ട്. എന്തോ ഫ്ലേവറാണ് ചേർക്കുന്നത് നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തേ ഉള്ളൂ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് 3 ലെയേഴ്സായിട്ട് കട്ട് ചെയ്യാം. ഇനി വേണ്ടി നമുക്ക് ഷുഗർ സിറപ്പ് എടുക്കണം. ഷുഗർ ഞാൻ 1/2 കപ്പ് ഷുഗറും 1/2 കപ്പ് വെള്ളം കൂടെ മെൽറ്റ് ചെയ്ത് വെച്ചേക്കും. തണുത്തതിന് ശേഷം വേണം നമ്മൾ ഷുഗർ സിറപ്പ് അതിനകത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിന് ശേഷം കേക്ക് ബോർഡ് എടുത്തിട്ട് അതിൻ്റെ അടിയിൽ ക്രീം പുരട്ടി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ക്രീമും കൊണ്ട് 1/4 കപ്പ് ക്രീം എടുത്ത് ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഒരു ബ്ലൂ കളറും കുറച്ച് യെല്ലോ കളറും മിക്സ് ചെയ്തിട്ട് കിട്ടിയ ഒരു കളറാണ്. പിന്നെ നമുക്കിതിനകത്ത് മാലാസിന് ലിച്ചി ക്രഷാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റി, നല്ല യമ്മി ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ. അങ്ങനെ നമ്മൾ ക്രീം പറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ക്രഷ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് ലെയറും കൂടെ വെച്ച് കൊടുക്കുക. അതും ഇതുപോലെ ഷുഗർ സിറപ്പും കൊണ്ട് സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്രീമും കൊണ്ട് ഐസിങ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ക്രഷും കൂടെ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് 3rd ലെയറും കൂടെ റെഡിയാക്കി എടുക്കാം. ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരത്തേക്ക് 10-15 മിനിറ്റിന് വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ആവാനായിട്ട് കൊടുക്കണം. അതിന് ശേഷം വേണം ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട്. ഒത്തിരി ആണെങ്കിൽ ക്രീം പറ്റേണ്ട ആവശ്യമില്ല. ഈ ഗ്യാപ്സൊക്കെ ഇതുപോലെ നല്ലതായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിന് ശേഷം വേണം ഇതുപോലൊരു കാർഡും കൊണ്ട് നമുക്കൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ ഒത്തിരി ആണെങ്കിൽ ഇത് ഒത്തിരി ക്രീം പറ്റുന്നില്ല. പിന്നെ നമുക്ക് ഇതുപോലെ ആണെങ്കിൽ ബാർബി ഡോളിൻ്റെ നോസിൽ കിട്ടുന്നുണ്ട് മേടിക്കാനായിട്ട്. ഇതും കൊണ്ട് നമ്മളതിനകത്ത് ക്രീം ഇട്ട് ശേഷം നമുക്കിതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. ഞാൻ ഈ കളറിന് കിട്ടാനായിട്ട് കുറച്ചും കൂടെ ഡാർക്ക് ബ്ലൂ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കളറാണ് കിട്ടിയേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എത്ര വരെ വേണമെന്ന് വെച്ചാൽ അതുപോലെ ഒരു ലൈൻ കൊടുത്തിട്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലെ എല്ലാം ഫ്രോക്ക് റെഡിയാക്കി കൊടുക്കാം. ബാക്കി വേറെ സ്റ്റാർ നോസൽ എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് ലൈറ്റായിട്ട് ഇച്ചിരി ക്രീം ഞാൻ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്രീമും കൊണ്ട് ഇതുപോലെയൊക്കെ നമ്മളിതുപോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് സ്പ്രിങ്കിൾസും വെച്ചതിന് ശേഷം നമ്മുടെ ബാർബി ഡോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഒരു 5-6 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജ് വെച്ച് സെറ്റാക്കിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. ബൈ ഫ്രണ്ട്സ്.